ബിനിൽ, യഥാർത്ഥത്തിൽ പി വി അൻവർ CPIM-ന് ഇടതുപക്ഷത്തിനുണ്ടാക്കിയിട്ടുള്ള തലവേദന എത്രത്തോളമാണ് എന്നുള്ളത് അവർ വ്യക്തമാക്കിക്കൊണ്ടേയിരുന്നു. ഇതിപ്പോൾ UDF-നെ സംബന്ധിച്ച്, കോൺഗ്രസിനെ സംബന്ധിച്ച് അവർക്കൊരു സ്ഥാനാർത്ഥിയിലേക്ക്, അവരുടെ സ്ഥാനാർത്ഥിയാണല്ലോ ആത്യന്തികമായി. അൻവർ അവിടെ ഒരു എക്സ് ഫാക്ടർ ആണെങ്കിൽ പോലും അവരുടെ സ്ഥാനാർത്ഥി നിർണ്ണയിക്കുന്നതിൽ അൻവർ ഇങ്ങനെ ഇടപെടുന്നതിൽ അവർക്ക് ആർക്കെങ്കിലുമൊക്കെ ഒറ്റതിരിഞ്ഞ് താല്പര്യക്കുറവ് ഉണ്ടാകില്ലേ? അല്ലെങ്കിൽ അവരുടെ അണികൾക്കെങ്കിലും ഒരു അതൃപ്തി ഉണ്ടാകില്ലേ സ്വാഭാവികമായി? അത്തരം ചർച്ചകൾ ആദ്യഘട്ടത്തിൽ വന്നതാണ്. കാരണം VS ജോയ് വേണം എന്നൊരു ആവശ്യം അൻവർ നേരത്തെ ഉന്നയിച്ചതാണ്. ആ പ്രശ്നം അവിടെ നിൽക്കുകയാണ്. ഇത്തരത്തിൽ അവിടെ ഉപതെരഞ്ഞെടുപ്പുണ്ടാകുമ്പോൾ അത് UDF-ന്റെ അല്ലെങ്കിൽ അത് കോൺഗ്രസ് നേതൃത്വമാണ് തീരുമാനിക്കേണ്ടത്. അവിടെ അൻവർ അല്ല തീരുമാനിക്കേണ്ട ചർച്ചകളൊക്കെ ആദ്യഘട്ടത്തിൽ ചില നേതാക്കളൊക്കെ പറഞ്ഞതാണ്. പക്ഷേ കോൺഗ്രസ് കണക്ക് കൂട്ടുന്നത്, UDF കണക്ക് കൂട്ടുന്നത് അൻവർ ഒരു ഫാക്ടർ തന്നെയാണ് നിലമ്പൂര്. അതായത് പിണറായിക്കെതിരെ ഇത്രയധികം ആരോപണങ്ങൾ, ADGP-ക്കെതിരെ ആരോപണം ഉന്നയിച്ച് സർക്കാർ തന്നെ ഒരു ഘട്ടത്തിൽ പ്രതികൂട്ടം അല്ലെങ്കിൽ ഒരു പ്രതിസന്ധി ഘട്ടത്തിൽ എത്തിച്ച ഒരു ആളാണ് PV അൻവർ. അതുകൊണ്ട് PV അൻവറിനെ കേൾക്കാതെ മുന്നോട്ട് പോകില്ല എന്നൊരു നിലപാടിലേക്കാണ് കോൺഗ്രസ് നേതൃത്വം അവസാന വട്ടവും എത്തിയത്. നമുക്കറിയാം, കഴിഞ്ഞ ദിവസമൊക്കെ സണ്ണി ജോസഫ് APC പ്രസിഡന്റ് അടക്കം അത്തരം കാര്യങ്ങൾ പറഞ്ഞതാണ്. അതായത് അൻവർ എഫക്റ്റ് അവിടെ ഉണ്ട് എന്ന് തന്നെയാണ് പറയുന്നത്. മാത്രമല്ല, കുറച്ച് വോട്ടുകൾ അധികം അല്ലെങ്കിൽ UDF-ന് അനുകൂലമായി ലഭിക്കേണ്ട വോട്ടുകൾ അൻവർ കൊണ്ടുവരും എന്ന ഒരു വിലയിരുത്തൽ കോൺഗ്രസിനുണ്ട്. അതുകൊണ്ട് തന്നെയാണ് അൻവറിനെ മുന്നണിയിലേക്ക് എടുക്കുന്നത് പോലും ഒരു ഘട്ടത്തിൽ ചർച്ചയായതാണ്. പക്ഷേ അത്തരത്തിൽ തൃണമൂൽ കോൺഗ്രസിനെ എടുക്കേണ്ടതില്ല എന്നൊരു നിലപാട് വരികയും ഹൈക്കമാൻഡ് തള്ളുകയും ചെയ്തതാണ്. പക്ഷേ പുറത്ത് നിന്ന് പിന്തുണക്കുന്ന തരത്തിലേക്ക് അത്തരം പിന്തുണ സ്വീകരിക്കാൻ തന്നെയാണ് കോൺഗ്രസ് തീരുമാനിച്ചിട്ടുള്ളത്. അതുകൊണ്ട് അൻവറിനെ കേൾക്കാതെ മുന്നോട്ട് പോകാൻ കഴിയില്ല എന്ന തരത്തിലേക്ക് എത്തിയിരിക്കുന്നു. നേരത്തെ ബില്ലിൽ പറഞ്ഞതുപോലെ CPM-ന് വലിയ തലവേദന ഉണ്ടാക്കിയ ആളാണ്. ഇപ്പോൾ നിലമ്പൂരിൽ സ്ഥാനാർത്ഥി പ്രഖ്യാപനത്തിലേക്ക് വരുമ്പോൾ പോലും അത് കോൺഗ്രസ് തലവേദനയാകുന്നുണ്ട്. പക്ഷേ അവർ പറയുന്നത് ഇപ്പോൾ ഒരു ആശയക്കുഴപ്പമില്ല, അവസാനവട്ട ചർച്ചകൾ എന്ന് തന്നെയാണ് പറയുന്നത്. രണ്ട് പേരുകൾ മാത്രമാണ് നേരത്തെ അജിത്ത് പറഞ്ഞതുപോലെ, ഒന്നിൽ ആര്യാടൻ ഷൗക്കത്ത് അല്ലെങ്കിൽ VS ജോയ്. ഈ രണ്ട് പേരുകളാണ് അവിടെ ഉള്ളത്. ആ രണ്ട് പേരിൽ ഒരു പേരിലേക്ക് എത്തണം. അത് അധികം വൈകാതെ ഉണ്ടാകണം എന്നാണ് അടികൾക്കുള്ളിൽ തന്നെ ഉള്ള വികാരം. എന്തായാലും നേരത്തെ പാലക്കാടും ചേലക്കരയും തെരഞ്ഞെടുപ്പ് നടന്നപ്പോൾ അവിടെ കൃത്യമായി തന്നെ വളരെ നേരത്തെ സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിക്കുകയും നേരത്തെ പ്രതിപക്ഷ നേതാവ് ഇന്നലെ പറയുന്ന പോലെ 24 മണിക്കൂറിൽ പ്രഖ്യാപിക്കും എന്ന ഒരു വാക്ക് അവിടെ ഉണ്ടായിരുന്നു. അവിടെ അത് പ്രഖ്യാപിക്കുകയും ചെയ്തു. പക്ഷേ ഇവിടെ ഒരു ആശയക്കുഴപ്പം എന്നുള്ളത്, അത് രണ്ട് പേരുകൾ ഒരു പേരിലേക്ക് എത്തണം. പക്ഷേ ആര്യാടൻ ഷൗക്കത്തിലേക്ക് പോകാൻ കഴിയില്ല. ആണെങ്കിൽ അത് അൻവർ അതിന് വഴങ്ങില്ല. എങ്ങനെയാണ് അൻവറിനെ അത്തരത്തിൽ വഴങ്ങി ആ രീതിയിലേക്ക് കൊണ്ടുവരികയും ചെയ്യണം. എന്തായാലും അവസാനവട്ട ചർച്ചകൾ ഇപ്പോൾ നടക്കുകയാണ്. കൊച്ചിയിൽ ഇപ്പോൾ നേതാക്കളെല്ലാം കൊച്ചിയിലാണ് ഉള്ളത്.